ഭയങ്കര തിരക്കാണ്. ജനങ്ങൾ ഇടിച്ചു കയറിയാണ്. എന്താണ് കാര്യം അറിയില്ല. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തിരക്ക് കൊട്ടാരക്കര റിയൽ ബസാറിൽ വന്നിട്ടില്ല. തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കുന്നു. എന്തായാലും 5 രൂപയുടെ സാധനം വാങ്ങാൻ വേണ്ടി രാവിലെ മുതൽ വന്ന് നിൽക്കുന്ന ആളുകളാണ്. കൊട്ടാരക്കര റിയൽ ബസാറിലെ തിരക്കാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 5 രൂപയുടെ സാധനം ഇപ്പോൾ കൊടുക്കും. 5 രൂപയുടെ സാധനം കൊടുക്കാൻ പോവുകയാണ്. 5 രൂപയുടെ സാധനം. അതിനുവേണ്ടി വലിയ ജനത്തിരക്കാണുള്ളത്. കൊട്ടാരക്കര ഒരു പ്രവർത്തനം നടക്കുന്നത്. കൊട്ടാരക്കര റിയൽ ബസാറിലാണ് ഇതാ 5 രൂപയുടെ ഐറ്റം വാങ്ങാൻ വേണ്ടി ആളുകൾ വന്ന് നിൽക്കുന്നത്. ഭയങ്കര തിരക്കാണ് കൊട്ടാരക്കര റിയൽ ബസാറിൽ. ഇന്നലെയും 5 രൂപയുടെ ഐറ്റം കൊടുത്തിരുന്നു. ഇന്ന് 5 രൂപയുടെ ഐറ്റം വാങ്ങാൻ വേണ്ടിയുള്ള തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. എന്താണ് ഐറ്റം എന്ന് നമുക്ക് നോക്കാം. 5 രൂപയ്ക്ക് കൊടുക്കുന്ന ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. 200ഓളം പേർക്കാണ് 5 രൂപയുടെ ഐറ്റം കൊട്ടാരക്കര റിയൽ ബസാർ നൽകുന്നത്. ഇന്ന് എന്താണ് ഐറ്റം എന്ന് നമുക്ക് കണ്ടറിയാം. അല്പസമയത്തിനകം 5 രൂപയുടെ ഐറ്റം കൊട്ടാരക്കര റിയൽ ബസാറിൽ നൽകും. വളരെ വലിയൊരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നമുക്കറിയാം, വലിയ വലിയ ഓഫറുകൾ കൂടാതെ ഇങ്ങനെ ഒരു വെറൈറ്റി പരിപാടിയും റിയൽ ബസാർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ആളുകളെല്ലാം ഇവിടെ വന്ന് നിരന്ന് നിൽക്കുകയാണ്. 5 രൂപയുടെ ഐറ്റം വാങ്ങാൻ വേണ്ടിയുള്ള തിരക്കാണ്. 5 രൂപയുടെ ഐറ്റം. കൊട്ടാരക്കര റിയൽ ബസാറിലാണ് ഇപ്പോൾ 5 രൂപയുടെ ഐറ്റം വാങ്ങുവാൻ വേണ്ടിയുള്ള ഒരു ജനത്തിരക്ക് അനുഭവപ്പെടുന്നത്. ക്യൂ നിൽക്കുകയാണ്. ആളുകളെല്ലാം ക്യൂ നിന്ന് വാങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. 5 രൂപയുടെ ഐറ്റം എന്താണ് നമുക്ക് നോക്കാം. ഇപ്പം വരും 5 രൂപയുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഐറ്റം ആയിരിക്കും വരുന്നത്. 5 രൂപയുടെ ഐറ്റം വാങ്ങുവാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ആണ് ഇവിടെ കാണുന്നത്. റിയൽ ബസാറിൽ ഇപ്പോൾ ദിവസങ്ങളായി തുടരുന്ന ആ ഒരു 5 രൂപയുടെ ഐറ്റം കൊടുക്കുന്ന ആ ഒരു പ്രവർത്തനം നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. 5 രൂപയുടെ ഐറ്റം. 5 രൂപയുടെ ഐറ്റം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് കണ്ടറിയാം. 5 രൂപയുടെ ഐറ്റം ഇപ്പോൾ എത്തും. 5 രൂപയുടെ ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും 5 രൂപയുടെ ഐറ്റം വാങ്ങാൻ വേണ്ടിയുള്ള ജനത്തിരക്കാണ്. 5 രൂപയുടെ ഐറ്റം വാങ്ങാനുള്ള ജനത്തിരക്കാണ് നമ്മൾ കാണുന്നത്. ഓയൂർ റൂട്ടിലാണ് ഈ ഒരു റിയൽ ബസാർ പ്രവർത്തിക്കുന്നത്. ഓയൂർ റൂട്ടിലെ റിയൽ ബസാറിൽ ഇപ്പോൾ 5 രൂപയ്ക്കുള്ള ഐറ്റം വാങ്ങുവാൻ വേണ്ടി ആളുകളെല്ലാം തിങ്ങിക്കൂടിയിരിക്കുകയാണ്. ആദ്യം ടോക്കൺ കൊടുക്കും. അതിനുശേഷം എന്താണ് ഐറ്റം എന്ന് നമുക്ക് കണ്ടറിയാം. വളരെ വ്യത്യസ്തമായ ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ റിയൽ ബസാറിൽ നടക്കുന്നത്. കൃത്യം 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ 10 മണിക്ക് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും. അതാണ് അവരുടെ പ്രത്യേകത. കൃത്യത അതെല്ലാം കൃത്യമായി പാലിക്കുന്ന ആളുകളാണ് റിയൽ ബസാറിന്റെ സംഘാടകർ. റിയൽ ബസാറിൽ ഇപ്പോൾ 5 രൂപയുടെ ഐറ്റം. 5 രൂപയുടെ ഐറ്റം എന്താണ് നിങ്ങൾ അറിഞ്ഞിട്ട് നാളെ നിങ്ങൾ വരിക. നാളെ നിങ്ങൾ നോക്കി വീഡിയോ നോക്കി വെച്ചിട്ട് നാളെ വന്നു കഴിഞ്ഞാൽ നാളെ ഉണ്ട് 5 രൂപയുടെ ഐറ്റം. ഇന്നൊരു ദിവസം കൊണ്ട് തീരുന്നില്ല. 5 രൂപയുടെ ഐറ്റം എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. 5 രൂപയുടെ ഐറ്റം ഇപ്പോൾ ഇവിടേക്ക് എത്തും. അത് പ്രതീക്ഷ നൽകുകയാണ് ആളുകളെല്ലാം. 5 രൂപയുടെ ഐറ്റം ഇപ്പോൾ കൊടുക്കും. 200 പേര് ഇവിടെ ഇല്ല. വെറുതെ ഒന്നും തള്ളം ഉണ്ടാക്കണ്ട. 200 പേർക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ 200 പേര് എന്തായാലും നിപ്പില്ല. ബഹളം ഉണ്ടാക്കാൻ ശാന്തമായിട്ട് വാങ്ങിച്ചിട്ട് പോകും. പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട്, തള്ളിയിടണ്ട. 200 പേര് ഇവിടെ ഇല്ല. കേട്ടല്ലേ? സമാധാനത്തിൽ ഒന്ന് വാങ്ങിച്ചോണ്ട് പോകും. എന്തായാലും വളരെ സന്തോഷം പറഞ്ഞ ഒരു നിമിഷം തന്നെയാണ്. എന്താണ് ഐറ്റം നമുക്ക് നോക്കാം. വലിയ തിരക്കാണ്. 5 രൂപയുടെ ഐറ്റം. 5 രൂപയുടെ ഐറ്റം. 5 രൂപയ്ക്ക് എന്താണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഭയങ്കര തിരക്കാണ്. 5 രൂപയ്ക്ക് കൊട്ടാരക്കര റിയൽ ബസാറിൽ നിന്നും 5 രൂപയ്ക്ക് കസ്റ്റമറിന് കൊടുക്കുന്നത് എന്താണെന്ന് നോക്കാം. എല്ലാവരും 5 രൂപ ചില്ലറ കൊണ്ടുവരണം. 5 രൂപ ചേഞ്ച് കൊണ്ടുവരണം. 5 രൂപ ചേഞ്ച്. 5 രൂപയുമായി വന്നിരിക്കുകയാണ്. 5 രൂപയുടെ ഐറ്റം തള്ളരുത്. 5 രൂപയുടെ ഐറ്റം ഇപ്പോൾ കൊട്ടാരക്കര റിയൽ ബസാറിൽ നിന്ന് നൽകുകയാണ്. എന്തായാലും വളരെ വ്യത്യസ്തമായ പരിപാടി തന്നെയാണ് റിയൽ ബസാർ. കാരണം നമുക്കറിയാം, എല്ലാവർക്കും ആരും തള്ളണ്ട. 200 പേർക്കാണ്. 200 പേർക്കാണ്. എല്ലാവർക്കും ഉണ്ട്. ആരും തള്ളണ്ട. എല്ലാവർക്കും ഉണ്ട്. 5 രൂപ ചേഞ്ച് കൊണ്ടുവരണം. 5 രൂപ കൊണ്ടുവരണം എല്ലാവരും. 5 രൂപയുടെ ആ ഒരു ഐറ്റംസ് ആണ് ഇവിടെ നൽകുന്നത്. എന്താണ് ഐറ്റം നമുക്ക് കണ്ടറിയാം. ഇനി 5 രൂപയ്ക്ക് എന്ത് ഐറ്റമാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
5 രൂപയ്ക്ക് ഇതെങ്ങനെ മുതലാവുന്ന റിയൽ ബസാർ 5 രൂപയ്ക്ക് 5 വിട്ടൊരു കളിയില്ല. കൊട്ടാരക്കര റിയൽ ബസാറിലാണ് 5 രൂപയ്ക്ക് ഐറ്റം. 5 രൂപയ്ക്ക് ഐറ്റം വാങ്ങുവാൻ വേണ്ടിയുള്ള ജനത്തിരക്കാണ്. 5 രൂപയ്ക്ക് വാങ്ങാൻ വേണ്ടുന്ന ആളുകൾ 5 രൂപയുടെ നാണയം കൊണ്ടുവരണമെന്ന് കൂടി പറയുകയാണ്. 5 രൂപയുടെ നാണയം, 5 രൂപയുടെ നാണയം കൂടെ കൊണ്ടുവന്നാൽ സൗകര്യമായിരിക്കും. 5 രൂപയ്ക്ക് വേണ്ടി 500 നോട്ട് കൊണ്ട് ആരും വരരുത്. 5 രൂപ ഒരു 5 രൂപ ഒരു മഞ്ചിന്റെ കാശ് 5 രൂപ. അപ്പൊ 5 രൂപ മേലോട്ട്, എല്ലാരും മേലോട്ട് പോകും. എല്ലാവർക്കും ഉണ്ട്. എന്റെ പൊന്നോ, ഇന്നലത്തെ തിരക്ക് കണ്ടിട്ട് ഇന്നലത്തെ സംഭവം ഇത് അറിഞ്ഞ് ആളുകൾ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 രൂപയുമായി വരുന്ന ആളുകൾക്കെല്ലാം അടിപൊളി ഐറ്റംസ് ആണ് കൊടുക്കുന്നത്. ആരും ധൃതി പിടിക്കണ്ട, എല്ലാവരും സമാധാനം. ടോക്കൺ പിള്ളേർക്കില്ല, മുതിർന്നവർക്ക് മാത്രമേ ഉള്ളൂ. വളരെ വ്യത്യസ്തമായ പരിപാടി ഇതാ. അപ്പൊ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തോ, എന്നിട്ട് നിങ്ങൾ അടുത്ത അവിടെ അങ്ങനെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് വന്നു. 5 രൂപയ്ക്ക് വാരി കോരി കൊടുക്കുകയാണ്. 5 രൂപയ്ക്ക് വാരി കോരി കൊടുക്കുകയാണ്. 5 രൂപ നാണയമൊക്കെ എടുത്ത് വെച്ചോണം. ആരായാലും 5 രൂപ നാണയമൊക്കെ എടുത്ത് വെച്ചോ. ഭയങ്കര തിരക്കാണ്. നമ്മുടെ കൊട്ടാരക്കര ഓയു റൂട്ടിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നത്. റിയൽ ബസാറിൽ ആരും പേടിക്കണ്ട, എല്ലാവർക്കും ഉണ്ട്. 200 പേർക്കുള്ള ഐറ്റം ഉണ്ട്. 200 പേർക്കുള്ള ഐറ്റമാണ് ഇവിടെ റിയൽ ബസാർ നൽകുന്നത്. നമുക്കറിയാം, സാധാരണപ്പെട്ട ജനങ്ങൾക്കൊക്കെ വളരെ സൗകര്യമായും വളരെ വിലക്കുറവിലും ഒക്കെ ഇവിടെ നിന്ന് ഐറ്റങ്ങൾ കൊടുക്കുന്ന റിയൽ ബസാർ വ്യത്യസ്തമായ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. 5 രൂപയ്ക്ക് 5 രൂപയ്ക്ക് എന്തോ ഐറ്റം എന്നുള്ളത് നമുക്ക് തിരിച്ചിറങ്ങി വരുമ്പോൾ കാണാം. 5 രൂപയ്ക്ക് വിലക്കുറവിൽ സാധനങ്ങൾ കൊടുക്കുന്നത് മാത്രമല്ല, 5 രൂപയ്ക്ക് ഇതാ ഇന്നത്തെ ദിവസം എന്തോ ഇത് കൊടുക്കുകയാണ്. 5 രൂപയ്ക്കാണ്. 5 രൂപ. ആരും തിരക്ക് കൂട്ടണ്ട, എല്ലാവർക്കും ഉള്ള ഐറ്റം ഉണ്ട്. എല്ലാവരും ചില്ലറ വെച്ചിരിക്കുക. 5 രൂപയ്ക്ക് കൊടുക്കുന്ന ഐറ്റം എന്താണെന്ന് നമുക്ക് അറിയില്ല. റിയൽ ബസാർ, കൊട്ടാരക്കര റിയൽ ബസാറിലെ തിരക്കാണ്. സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നത് മാത്രമല്ല, ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ പരിപാടികൾ നടത്തുന്ന റിയൽ ബസാർ 5 രൂപയ്ക്ക് കൊടുക്കുകയാണ്. 5 രൂപയ്ക്ക് ടോക്കൺ വാങ്ങിക്കുക, മേലോട്ട് പോവുക. 5 രൂപ. 5 രൂപയ്ക്ക് കിട്ടിയാന്നോ? 5 രൂപയ്ക്ക് എന്തോ കിട്ടി? പാ കിട്ടി. 5 രൂപയ്ക്ക് പാ കിട്ടില്ലയോ? എന്തായാലും വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. വരുന്നവരെല്ലാം ഹാപ്പിയാണ്. 5 രൂപയ്ക്ക് പാ. അതിന് 5 രൂപയ്ക്ക് പായാണ്. 5 രൂപയ്ക്ക്. നാളെ ഇനി അടുത്ത ഐറ്റം. ഓരോ ദിവസങ്ങളിലും വെറൈറ്റി ഐറ്റങ്ങളാണ് ഇറക്കുന്നത്. റിയൽ ബസാറിനെ തിരിച്ചു വെക്കാനുള്ള ആളുകളുണ്ട്. 5 രൂപ നാണയം കൊണ്ട് വരണം. 5 രൂപയ്ക്ക് വേണ്ടി 500 നോട്ടും കൊണ്ടാരും വരരുത്. 5 രൂപയ്ക്ക് വേണ്ടി 500 നോട്ടും കൊണ്ടാരും വരരുത്. അല്ലേ? 5 രൂപ. ഒരു മഞ്ചിന്റെ കാശ് 5 രൂപ. ആരും പേടിക്കണ്ട, എല്ലാവരും ഓടിക്കും. 5 രൂപ. 5 രൂപ. നമസ്കാരം. 5 രൂപ. 5 രൂപ തന്നെ കൊണ്ടുവരണം. 5 രൂപയുടെ നാണയം എല്ലാം കൊണ്ടുവരണം. നോട്ടോ കൊണ്ടുവരണം. പതുക്കെ മതി. 5 രൂപ. പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കും. 5 രൂപയ്ക്ക് എന്താണ് കൊടുക്കുന്നത് നമുക്ക് കണ്ടറിയാം. തിരക്ക് ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. 5 രൂപയാണ്. 5 രൂപയ്ക്ക് എന്താണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. 200 പേർക്കാണ് കൊടുക്കുന്നത്. അവിടെ കൂട്ടിയിട്ടില്ലേ? എന്തായാലും വലിയ തിരക്കാണ്. തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കുന്നു. വലിയ തിരക്ക്. 5 രൂപ. റിയൽ ബസാറിന്റെ വ്യത്യസ്തമായ പരിപാടി, ഓണം സമ്മാനം 5 രൂപ. 5 രൂപയ്ക്ക് എന്താണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഉണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ആർക്കും കിട്ടാതിരിക്കത്തില്ല. എല്ലാവർക്കും ഉള്ള ഐറ്റംസ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്.
കൊട്ടാരക്കര റിയൽ ബസാറിലാണ് 5 രൂപയ്ക്ക് ഐറ്റംസ് കൊടുക്കുന്നത്. ഇന്നലെയൊക്കെ കൊടുത്തിരുന്നു. ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ വെറൈറ്റി പരിപാടികളാണ് ഈ റിയൽ ബസാർ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നത്തെ ദിവസം കൊടുക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 5 രൂപയ്ക്ക് എന്താണ് നൽകുന്നത് നോക്കാം. തിരിച്ച് 5 രൂപയ്ക്ക് പായ, 5 രൂപയ്ക്ക് പായ. ആരും തിരക്ക് കൂട്ടണ്ട, എല്ലാവർക്കും ഉള്ള ഐറ്റം ഉണ്ട്. എല്ലാവർക്കും 5 രൂപയ്ക്ക്. എല്ലാവരും ടോക്കൺ മേടിക്കുക. 5 രൂപ നാണയം കൊടുക്കുക, ടോക്കൺ വാങ്ങിക്കുക. 5 രൂപ നാണയം കൊടുക്കുക, ടോക്കൺ വാങ്ങിക്കുക. ഇഷ്ടം പോലെ കൂപ്പൺ ഉണ്ട്, ഇഷ്ടം പോലെ കൂപ്പൺ. കൂപ്പൺ അധികവും വരും. കൂപ്പൺ ഇഷ്ടം പോലെ ഉണ്ട്. 200 സ്റ്റെപ്പൊക്കെയാണ്, ആരും ചവിട്ടി പൊട്ടിക്കല്. മുതലാളി നേരിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. മുതലാളി നേരിട്ട് കൊടുക്കുകയാണ്, നേരിട്ടാണ് ടോക്കൺ കൊടുക്കുന്നത്. ആരും തള്ളരുത്. എല്ലാവർക്കും 5 രൂപയ്ക്കുള്ള ആ ഒരു സമ്മാനം എന്താണെന്ന് നോക്കാം. 5 രൂപ, 5 രൂപ എല്ലാവർക്കും ഉണ്ട്. സമാധാനമായിട്ട് നിന്നാൽ എല്ലാവർക്കും ഉണ്ട്. 5 രൂപയ്ക്ക് കൊടുക്കുന്ന ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. കൊട്ടാരക്കര റിയൽ ബസാറിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നത്. ആരും തിക്കും തിരക്കും കൂട്ടണ്ട. അതാണ് നമ്മുടെ 5 രൂപയ്ക്ക് ഐറ്റം വാങ്ങിക്കാൻ പോകുന്നവരൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ? അതിലേക്കൂടെ വഴിയെല്ലാം ഉണ്ടോ? അതിലേക്കൂടെ പോകുന്നുണ്ടോ? നാളെ കൂടെ ഇതിലേ തന്നെ. എന്തായാലും 5 രൂപയുടെ ഐറ്റം എല്ലാവർക്കും ഉണ്ട്. 5 രൂപയ്ക്ക് ഐറ്റം. ചേട്ടാ എന്ത് കേട്ടാ 5 രൂപയ്ക്ക് കിട്ടിയേ? പായ കിട്ടിയത് 5 രൂപയ്ക്ക്. 69 രൂപയ്ക്ക് മേടിച്ചതാ. 5 രൂപയ്ക്ക്. 5 രൂപയ്ക്കാണ് കിട്ടിയേ. എത്ര രൂപ ഇത്? 5 രൂപയുള്ളു. എന്റെ പൊന്നെ 5 രൂപയുള്ളു. പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കുകയാണ്. 5 രൂപ, 5 രൂപ, 5 രൂപ. ചേട്ടാ 5 രൂപയ്ക്കാണ് പാലിട്ടി. 5 രൂപയ്ക്ക് പാ. എന്റെ പൊന്നു 5 രൂപ. 5 രൂപയ്ക്ക് പായാണ്. എല്ലാവർക്കും ഉണ്ട്. ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട്. ടോക്കൺ കിട്ടിയവർ മുകളിലോട്ട് പോവുക. 5 രൂപയ്ക്ക് പായ നടക്കുകയാണ്. 5 രൂപയ്ക്ക്. അടുത്ത നാളെ ഇനി അടുത്ത വെറൈറ്റി ഐറ്റമാണ് കൊടുക്കുന്നത്. വീടും ആരും വീഴരുത്. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആരും നിരാശരാകണ്ട. എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും കൊടുക്കും. വാ വാ. 5 രൂപയുടെ നാണയമായിട്ട് വാ. ആരും 50 രൂപ 500 രൂപ കൊണ്ടുവരരുത്. 5 രൂപ കൊണ്ടുവരണം. 5 രൂപ 5 രൂപ 5 രൂപയായി വരിക. മുതലാളി തന്നെ നേരിട്ട് കൊടുക്കുകയാണ്. നേരിട്ട് 5 രൂപയ്ക്ക് വേണ്ടി 500 രൂപയുടെ നോട്ടാരും കൊണ്ടുവരരുത്. എല്ലാവരും സമാധാനമായിട്ട് നിൽക്കുക. സമാധാനമായിട്ട് നിൽക്കുക. 5 രൂപ 5 രൂപയ്ക്ക് 5 രൂപയ്ക്ക് പായ. പതുക്കെ മതി, പതുക്കെ മതി. 5 രൂപ 5 രൂപ. ടോക്കൺ വേണ്ടേ? അവിടെ ടോക്കൺ ഇല്ലാതൊന്നും പോരുത് ആരും. ടോക്കൺ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. 5 രൂപ 5 രൂപ 5 രൂപ കൊടുക്കുന്നവർ 5 രൂപ കൊടുക്കുന്നവർ ടോക്കൺ ചോദിച്ചു വാങ്ങുക. മഴയ്ക്ക് മുമ്പ് എല്ലാവർക്കും കൊടുത്തു വിടുക. മഴയ്ക്ക് മുമ്പ് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും കിട്ടും. എന്തിനാ അവരെ തള്ളുന്നത്? അവർ പൊക്കോട്ടെ. ടോക്കണൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവർക്കും ഉണ്ട് ടോക്കൺ. 5 രൂപ 5 രൂപയ്ക്ക് എന്താണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. 5 രൂപയ്ക്ക്. എന്തായാലും ഈ ഒരു തിരക്ക് കണ്ടോട്ട് ഇതുവഴി വരുന്നവരെല്ലാം ഇവിടെ ഇറങ്ങുവാണ്. എന്താണ് 5 രൂപയുടെ ഐറ്റം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. 5 രൂപയ്ക്ക് വേണ്ടി ആരും 500 നോട്ട് കൊണ്ടുവരരുത്. 5 രൂപയ്ക്ക് വേണ്ടി 500 നോട്ട് കൊണ്ടുവരരുത് കേട്ടോ. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. 5 രൂപയ്ക്കാണ് ഇവിടെ ഒരു ഐറ്റം കൊടുക്കുന്നത്. എന്താണ് ഐറ്റം എന്ന് കയറി നോക്കാം. 5 രൂപയ്ക്ക് ടോക്കണുമായി വരിക. ടോക്കണുമായി എല്ലാവർക്കും 5 രൂപയ്ക്ക്. അവർക്കൊക്കെ പായ വേണം. 5 രൂപ 5 രൂപയ്ക്ക് പായ. 5 രൂപയ്ക്ക് പായ കൊടുക്കണം. 5 രൂപ 5 രൂപ 5 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ 5 രൂപ തരട്ടെ. 5 രൂപയ്ക്ക് പായ. 5 രൂപയ്ക്ക് പായ.
എന്തായാലും ഓരോ ദിവസങ്ങളിലും ഓരോരോ ഐറ്റങ്ങളാണ് കൊടുക്കുന്നത്. ഇന്നത്തെ ദിവസം പായ 5 രൂപയ്ക്ക്. പിള്ളേർക്കില്ല, കൊച്ചു പിള്ളേർക്കില്ലെന്ന്. ഇല്ല കൊച്ചു പിള്ളേർക്കില്ല. 5 രൂപ 5 രൂപ 3 പേര് നിങ്ങളെ വീഡിയോക്കാർക്ക് കൊടുക്കണം. വീഡിയോ 3 പേര് ബാക്കിയുള്ളവർ കൊടുക്കണ്ടേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? 5 രൂപയ്ക്ക് പായ കേട്ടോ. പോയി കിടന്നുറങ്ങും. ഓക്കെ, അങ്ങനെയുണ്ട്. ഇവിടെ പറയുന്ന വാക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ ഔചാരികമായിട്ട് ഇവിടെ വന്നതാ. അന്നേരം ഇന്നലെ ഏതാണ്ട് കൊടുത്തെന്ന് പറഞ്ഞ് ഇതൊക്കെ ഉള്ളയാണെന്ന് അറിയാനും കൂടെ വന്നേ. എന്താ കൊടുക്കുന്നത്? ഞാനും ഇവിടെ ഒരു ടോക്കൺ എനിക്കും കിട്ടി. ഇന്നെന്തോ പായാണെന്നോ 5 രൂപ കൊടുത്തപ്പോഴാണ് ഈ ടോക്കൺ കിട്ടുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഒരുപാട് ഓഫറുകളുണ്ട്. അപ്പൊ ഞാനിവിടെ വന്ന് കയറിയപ്പോഴാണ് നമ്മൾ പാ മാത്രമല്ല മേടിക്കുന്നത്. ഞാൻ പാ മാത്രമല്ല മേടിക്കുന്നത്. ഇവിടുന്ന് വേറെ കുറച്ച് സാധനങ്ങളൂടെ എനിക്ക് പർച്ചേസ് ചെയ്യണം. അതുകൊണ്ടാണ് എന്തായാലും ഇവിടെ ഓണമായിട്ട് നല്ലൊരു ഓഫറാണ് ആൾക്കാരെ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ടോക്കൺ മേടിച്ചില്ല. അതാ ഈ ടോക്കണേ ചിലപ്പോ ഞങ്ങൾ 200 പേർക്ക് 200 പേർക്ക് ഇങ്ങനെ പറച്ചിലേ ഉള്ളൂ, കൊടുക്കത്തില്ലെന്ന്. ഇന്നലെ മുറ ഉണ്ടായിരുന്നു. ഇന്നലെ 5 രൂപയ്ക്ക് മുറ ഉണ്ടായിരുന്നു. 5 രൂപയ്ക്ക് ഇന്ന് 200 പേർക്ക്. നാളെ അടുത്തായിട്ടോ അങ്ങനെ നാളെ പ്രേക്ഷകർ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ 200 രൂപയ്ക്ക് പായ ഉണ്ട്. ഈ ചേട്ടനൊക്കെ പായ മേടിച്ചോണ്ടാണ് വരുന്നത് കേട്ടോ. ഇനി നമ്മളും മേടിക്കുന്നത് ഈ ടോക്കൺ അനുസരിച്ചുള്ള പായ അകത്തുണ്ട്. വെച്ചാലും നമുക്ക് കുഴപ്പമില്ല. ടോക്കൺ ഈ പായക്ക് അല്ലാതെ എന്തുമായിരിക്കും വില? 69 രൂപ. 69 പായ. അത് അല്ല 69 രൂപ എന്ന് പറയുമ്പോൾ ഇവിടെ ഓഫർ ഇട്ടാണ് ആ 69 രൂപയ്ക്ക് ആ പാ കൊടുക്കുന്നത്. ഇവിടെ ഓഫർ ഇട്ട് കൊടുക്കുന്നതാണ് വില. എനിക്ക് തോന്നുന്നു 69 രൂപ. മറ്റുള്ളിടത്ത് 100 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട് ആ പായ്ക്ക്. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ രസം. എന്തായാലും ഓണം പ്രമാണിച്ച് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇപ്പൊ മനസ്സിലായില്ല. ഇവിടുന്ന് മേടിച്ചോണ്ട് പോയിട്ട് ചില ആൾക്കാർ പറയും ഇവിടുന്ന് സാധനങ്ങൾ കൊടുക്കത്തില്ല. പക്ഷെ ഇന്നലെ ഉണ്ടായിരുന്നു 200 പേർക്കാണ് അവർക്ക് ഉണ്ടാവുന്നത് നോക്കണം. ഇത്രയും ഓണത്തിന് നല്ല രീതിയിലാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ പായും മേടിച്ച ഇഷ്ടംപോലെ ബക്കറ്റും അങ്ങനെയൊക്കെ ഉള്ള ഐറ്റങ്ങളെല്ലാം കൂടെ മേടിച്ചോണ്ടാണ് പോകുന്നത്. ചേട്ടാ ബാ മേടിച്ചോണ്ട് പോകുന്നുണ്ടോ? ഇത് കൊടുക്കാത്തോണ്ടാണോ മേടിച്ചോണ്ട് പോകുന്നത്? ബക്കറ്റ് എല്ലാം 200 പേർക്ക് കൊടുക്കുക. ഓരോ ദിവസം 200 പേർക്ക് വെച്ച് കൊടുക്കുമെന്ന് ഇന്നലെ മുറ 5 രൂപ കൊടുത്ത് ഇന്ന് 5 രൂപയ്ക്ക് പാ കൊടുക്കുന്നു. നാളെ വേറെ ഐറ്റം കൊടുക്കുന്നു. നാളെ കൊടുക്കും. തൊഴിലാളികൾ വരെ മേടിച്ചോണ്ട് പോവാ. ഇവിടെ ആർക്കൊന്നുമില്ല. മുഖം നോക്കാതാണ് എല്ലാവർക്കും കൊടുക്കും. മുഖം നോക്കാതാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും വരുന്ന തൊഴിലാളികൾ വരെ ഈ സാധനം മേടിച്ചോണ്ട് പോകുന്നത്. ആൾക്കാർക്ക് തിരിച്ചോണ്ട് വരുന്നുണ്ട്. സ്റ്റാഫ് വരുന്നുണ്ട് ഒരുപാട് പേര്. എന്തുപോലെ നിരവധി ഓഫറുകളുമായിട്ടാണ് ഈ ഒരു സ്ഥാപനം. മണ്ണന്മാരൊക്കെ ചോദിക്കാം നോക്കട്ടെ. തിരക്കോടെ കയറി വരുവാ. 5 രൂപയ്ക്ക് പാ. എല്ലാരും പുറകെ വരാൻ പറ. മേലോട്ട് പാ മേടിക്കേണ്ടവരെല്ലാം മേപ്പോട്ട്. ടോക്കൺ മേടിക്കുക, മേപ്പോട്ട് പോവാ. അയ്യോ ചേച്ചി കൈക്കൊച്ചോട്ട് ഒത്തിരി നേരം നിൽക്കുമായിരുന്നു. നേരത്തെ കണ്ടായിരുന്നു, നമ്മൾ വിളിച്ചു തന്നെ. കിട്ടിയോ? രാവിലെ മൂല നിൽക്കുവാന്ന് പറഞ്ഞേ. ഈ ടോക്കൺ ചേർത്ത് ടോക്കൺ അടിച്ചോണ്ട് പോകുന്നതിന്റെ തെളിന്റെ ആൾക്കാർ ടോക്കൺ അടിച്ചിട്ട് പോകും. ഒന്നും കൊടുക്കത്തില്ലെന്ന് പറയും. ഇതിപ്പോ എവിടെ നിന്ന് വരും? എങ്ങനെ ക്യാമറ വരുമ്പോ എങ്ങനെ പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നത്? ആള് കാണും. പിന്നെ ഇതേപോലെ ഒരു സ്ഥാപനം ഇങ്ങനെ കൊടുക്കുമ്പോൾ വളരെ സന്തോഷമല്ലേ? നിങ്ങൾ എല്ലാരും ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പിയാണ്. മുറ കൊടുത്തു. ഇന്നിപ്പോ നാളെ വേറെ ഏറ്റവും പിന്നെയും ഉണ്ട്. ദിവസങ്ങളോളം ഉണ്ട്. നാളെയും വരണം. രാവിലെ പോരണം. 2 ദിവസം കൂടെ വരും. ഇതുപോലും നല്ല അടിപൊളി ഓഫറിന്റെ പെരുമഴയായിട്ടാണ് കൊട്ടാരക്കരയിൽ ഇന്ന് ഇത് നടക്കുന്നത്. ദിവസവും രാവിലെ ഇതുപോലും റിയൽ ബസാറിന്റെ ഓണസമ്മാന പെരുമഴയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തുപോലും നല്ല ഓഫറുകളാണ്. ഇപ്പോൾ രാവിലെ 10 മണിക്ക് എല്ലാ ദിവസവും, ഇപ്പം കുറച്ച് ദിവസം രാവിലെ 10 മണിക്കാണ് ഈ ഒരു ടോക്കൺ ഇവിടുന്ന് തരും. ആ ടോക്കൺ 5 രൂപയേ ഉള്ളൂ. ആ 5 രൂപയ്ക്ക് അവർ ഓരോ പ്രൈസ് 100 രൂപയ്ക്ക് മേളിൽ വിലയുള്ള ഏതെങ്കിലും ഒരു ഐറ്റമാണ് സമ്മാനം നൽകുന്നത്. എന്തുപോലും അത് മേടിക്കാൻ, ആ ടോക്കൺ മേടിക്കാനും
ഇന്ന് കൊടുക്കുന്നത് പായാണ്. ഒരു 5 രൂപ കൊടുക്കുമ്പോൾ ഒരു പാ കിട്ടും. അതുപോലെ എല്ലാവരും രാവിലെ 8 മണി മുതലാണ് ഈ ഒരു റിയൽ ബസാറിന്റെ മുമ്പിൽ 10 മണിക്ക് തുടങ്ങും. 8 മണി മുതൽ ഇവിടെ ആൾക്കാർ വന്ന് നിൽക്കുകയാണ് ഈ ഒരു സാധനം മേടിക്കാൻ. എന്തായാലും റിയൽ ബസാറിന്റെ ഓഫറുകൾ എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ മറ്റെങ്ങുമില്ലാത്ത ഓഫറുകളാണ്. എന്ന് വെച്ചാൽ മറ്റൊരു കടകളിലും ഇല്ലാത്ത ഓഫറുകളാണ് റിയൽ ബസാർ. റിയൽ ബസാർ ഇവിടെ വേറെ ഉറപ്പിച്ചിട്ട് ഏകദേശം എത്ര വർഷമാകുന്നു? ഒരു 5 വർഷമെങ്കിലും ആയി കാണും. ഒരു 5 വർഷത്തോളം ആയി കാണും ഈ റിയൽ ബസാർ ഇവിടെ വേറെ ഉറപ്പിച്ചിട്ട്. അന്ന് മുതൽ ഈ ഓണം, ക്രിസ്മസ്, വിഷു അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലെല്ലാം എല്ലാവർക്കും ഓഫറുകൾ കൊടുത്തുകൊണ്ട് പെരുമഴയുടെ ഒരു വ്യത്യസ്ത ആണ് ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത. അതുപോലെ റിയൽ ബസാർ ഈ പ്രാവശ്യവും ഓണം തകർക്കുകയാണ്. അത് നമ്മുടെ പ്രേക്ഷകർ മറക്കരുത്. റിയൽ ബസാർ കൊട്ടാരക്കര എന്നാൽ റിയൽ ബസാർ. ഇറങ്ങി വരുന്നുണ്ടോ പായം മേടിച്ചോണ്ട്? ഓണത്തിന് വേണ്ടോ പായം മേടിച്ചോണ്ട് ഇറങ്ങി വരുന്നുണ്ടോ? ആർ പ്രസാദ് ഓടനാവട്ടെ നീതിമുന്നേ അല്ലേ? അതൊന്നും നീതിമുന്നേ ആണ്. നീതിമുന്നേ പാവടിക്കാൻ വന്നേ രാവിലെ വന്നോ? അയ്യോ തരാനുള്ള സാധനമില്ല. ഇത് അമ്മ വിചാരിച്ച ഓഫറാണ്. ഈ മൈക്കും ഓഫറാന്ന് വിചാരിച്ചിരിക്കുന്നത്. പേരെന്തോന്ന് പേര്? അമ്മയുടെ പേരെന്തോ? സുമതി. എവിടുന്നായിരുന്നേ? ഭയങ്കര ഓഫറാ ഇവിടെ. ഈ സാധനത്തിന് മാത്രമല്ല ബാക്കി ഏത് സാധനം എടുത്താലും അമ്മ വീട്ടിലേക്ക് വേണ്ടുന്ന ഏത് സാധനം എടുത്താലും നല്ല ഓഫറാ. മണി 10 ഓഫർ ഡ്യൂട്ടിക്ക് പോകും. എന്നാലും റിയൽ ബസാറിന്റെ ഓഫർ തീർന്നേ 200 പേര് കഴിഞ്ഞോ? 200 പേരെന്ന് പറഞ്ഞ് തെക്കും തിരക്ക് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ 200 പേര് വന്നിട്ടില്ല. വെറുതെ ഈ തെക്കും തിരക്ക് ഉണ്ടാക്കുന്നത്. സമാധാനത്തിൽ നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇത്രയും ടോക്കൺ ബാക്കി കിടക്കും. ഇനി വരുന്നവർക്കും കൊടുക്കും. റിയൽ ബസാറിന്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇനി വന്നാലും ഇത്രയും ടോക്കൺ ഇരിക്കുകയാണ്. ഇവിടെ വന്ന് ചോദിച്ചു മേടിക്കുക. നിങ്ങൾക്ക് 5 രൂപയ്ക്ക് ഒരു പായുണ്ട്. എന്തായാലും ടോക്കൺ ഇനിയുണ്ട്. അതുകൊണ്ട് ഇനി വരാതിരിക്കരുത്. എന്തായാലും റിയൽ ബസാറിലെത്തുക. ഇതേപോലെ ടോക്കൺ ഇനി വരുന്ന കസ്റ്റമേഴ്സ് മറക്കാതെ ചോദിക്കണം അല്ലേ? ആരും വന്ന് കണ്ടാൽ മതി. ഇദ്ദേഹത്തെ വന്ന് കണ്ടാൽ മതി. അദ്ദേഹം ഈ ടോക്കൺ തരും. തീരുന്നിടം വരെ ഇതുവരെ തീർന്നിട്ടില്ല. അതാണ്ടേ ഇപ്പം എന്തായാലും നമ്മൾ റിയൽ ബസാറിന്റെ ഓണം പെരുമഴ ഓണമെന്ന് മാത്രമല്ല റിയൽ ബസാർ ഇവിടെ വേറെ ഉറപ്പിച്ചതിന് ശേഷം ആ നാൾ മുതൽ അവരെ കസ്റ്റമേഴ്സിനെ ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ഓഫറുകളുടെ പെരുമഴ തന്നെയാണ്. ഓഫർ എന്ന് വെച്ചാൽ കൊട്ടാരക്കര റിയൽ ബസാർ കഴിഞ്ഞേ മറ്റൊന്നും ഉള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടുന്ന് ചില ആൾക്കാർ സാധനങ്ങൾ മേടിച്ചോണ്ട് പോകുന്നുണ്ട്. മേടിച്ചോണ്ട് പോകുന്ന ആൾക്കാരെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. അത് തെറ്റിദ്ധാരണയാണ്. എന്ന് വെച്ചാൽ ആൾക്കാർ ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇത് നിറയെ തിരക്കാണ്. ഇതിനകത്ത് ചിലർക്ക് ചില സാധനങ്ങൾ വന്ന് നോക്കാനോ ചോദിക്കാനോ നിൽക്കത്തില്ല. ഈ തിരക്ക് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടി പറഞ്ഞ് അങ്ങ് പോവാ. ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ആണ്. നെഗറ്റീവ് പറയുന്നത് മാത്രം ശ്രദ്ധിക്കാതെ ഇവിടെ വരുമ്പം ഓഫറുകളിലെ അങ്ങ് കൊടുത്താൽ വീഡിയോ അവിടാണ് എല്ലാവർക്കും ഉണ്ട്. 200 മുറം കൊടുത്ത് ഇതുപോലെ തന്നെ ഇന്ന് ഒരു പാ മാത്രമേ ഉള്ളൂ. എന്തുവായാലും റിയൽ ബസാറിൽ എത്തുന്ന ഒരാൾക്ക് അതായത് ടോക്കൺ അവിടെ ചെന്നുണ്ട്. എന്തുവായാലും നിങ്ങൾ ആലോചിക്കേണ്ട റിയൽ ബസാറിന്റെ ഓണം പ്രമാണിച്ച് ഇന്ന് മാത്രമല്ല ആ കാര്യം നിങ്ങൾ ഓർത്തോണം. നിങ്ങൾക്ക് ഇത് കണ്ട് വിഷമം വരുന്നുണ്ടായിരിക്കാം. നാളെ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മറക്കണ്ട, 14-ാം തീയതി വരെ, അതായത് 14-ാം തീയതി വരെ നിങ്ങൾക്ക് ഓഫറുണ്ട്. ദിവസം രാവിലെ 10 മണിക്ക് തിരഞ്ഞെടുക്കും മേടിച്ച്. അമ്മേ പായകനുണ്ടമ്മേ, ഒന്ന് നൂത്തിടാമേ, ഒന്ന് നൂത്തിടാം. വേണ്ട, ഒന്ന് നൂത്തിട്ട് നോക്കട്ടെ. വേണ്ട അമ്മ ഇങ്ങോട്ട് വാ. സൂപ്പർ പായല്ലേ അമ്മേ? അങ്ങോട്ട് ഇട്ട് കാണടാ. ഇത്രയേ ഈ കളറിലുള്ള പായാണ്. കണ്ടോ? ഈ പായാണ് മത്സരം നിങ്ങളെടുത്ത് പറയാൻ. കണ്ടോ 5 രൂപ കൊടുത്തപ്പോ റിയൽ ബസാറിന്റെ പായാണ്. അമ്മ എന്ന് നോക്കണേ. ഇനി ഒരു തലയണയോടെ ഇട്ടാ സുഖമായിട്ട് നടന്നില്ലേ? ഒരു രക്ഷയില്ല. കേരളത്തിൽ ഒരു സാധനവും കിട്ടത്തില്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു സാധനം കിട്ടുമോ? അമ്മയുടെ ജീവിതത്തിൽ അമ്മ മറക്കും 5 രൂപയ്ക്ക് കൊട്ടാരക്കര വന്ന് ഒരു സാധനം മേടിച്ച. ഒരു ദിവസമല്ല അമ്മേ, ഇനി നാളെ മുതലും 14-ാം തീയതി വരെയാണ് ഈ ഓഫർ കേട്ടോ. അപ്പൊ നെഗറ്റീവ് പറയുന്ന ആൾക്കാര് ഇവിടെ വന്ന് നിങ്ങള് സാധനങ്ങൾ അടിപൊളിയായിട്ട് 5 രൂപയ്ക്ക് കൊടുക്കും. 5 രൂപയ്ക്ക്
രൂപ കുറഞ്ഞ് കിട്ടത്തില്ല. ഇന്നത്തെ പാ കഴിഞ്ഞില്ല. ടോക്കൺ കണ്ടില്ലെങ്കിൽ ടോക്കൺ മേടിക്കാം. 210 രൂപ ഈ പാ വന്നാ കിട്ടും, വന്നാ കിട്ടും. നമ്മുടെ ഇവിടെ ഇല്ലാത്ത പായ. 5 രൂപ കൊടുക്കണേ. നമ്മുടെ ഇവിടെ ഇല്ലാത്ത പായ. ടോക്കൺ കൗണ്ടറിൽ കിട്ടും. ഇവിടെ ഇല്ല. ഇല്ലെന്ന് പറഞ്ഞോ. പൊന്നാനി മലപ്പുറം ആ ഭാഗത്തേ ഉള്ളൂ. ഞാൻ അവിടെ ജോലിക്ക് വന്നോളാം. ജോലിക്ക് വന്നോളാം. ഈ സൈസ് പായ അവിടെ ഉള്ളൂ. ഇവിടെ ഈ സൈസ് ഈ പായ കിടന്ന വാദം വരത്തില്ല, തണുപ്പടിക്കുന്നില്ല, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഇല്ലാത്ത പായ. ഓക്കെ അമ്മേ, ഞങ്ങളെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അയൽവക്കത്തോട് ചെന്ന് പറയണ്ട, അയൽവക്കത്താരോട് പറയണ്ട ഇവിടെ പാ 5 രൂപയ്ക്ക് കൊടുക്കുന്നത്. അവരും മേടിക്കും, അവര് നന്നാവും. നമ്മുടെ കാര്യം മാത്രം നോക്കണം. അതാ അവരോടും പറയും. എന്നാ പറയണം. ഇന്നത്തെ കഴിഞ്ഞ കിട്ടിയില്ലയോ? നാളെയും വരണം. നാളെയും വരും. നാളെ അടുത്ത അവര് നാളെ അന്നേരം വെക്കും. ആരാ കേട്ടോ. എന്തായാലും ഓണം പൊളിച്ചുകൊണ്ടുള്ള റിയൽ ബസാറിന്റെ സമ്മാന പെരുമഴ മേടിക്കാൻ ഇവിടത്തേക്ക് എത്തുന്നത് ആയിരങ്ങളാണ്. എന്തായാലും നല്ലാണ്ട് ഈ വരുന്നവരെല്ലാം സമ്മാനം മേടിച്ചുകൊണ്ട് പോവുകയാണ്. റിയൽ ബസാറിന്റെ ഓണ സമ്മാനം പെരുമഴ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആൾക്കാർ കണ്ട രാവിലെ തുടങ്ങിയതാണ്. രാവിലെ 8 മണി മുതൽ ജോലിക്ക് പോകുന്നവരെല്ലാം ഇവിടെ വന്ന് നിന്ന് എന്തായാലും വളരെ സന്തോഷം. റിയൽ ബസാർ ഇങ്ങനെ ഒരു ഹാപ്പി എന്ന് വെച്ചാൽ എല്ലാവരും ഈ ഷോപ്പിലേക്ക് എത്തുന്നവരെ എല്ലാം ഹാപ്പിയാക്കി സന്തോഷമാക്കിയാണ് വിടുന്നത്. അതാണ് ഇതിനകത്തോട്ട് നാളെ വരണം, എല്ലാവരും നാളെ വരണം. അതാ നിങ്ങളോട് പറയാം, ഓടനാവട്ടം റോഡാണ്. ഈ ഓടനാവട്ടം നെല്ലിക്കുന്നം പോകുന്ന റൂട്ടിലാണ് റിയൽ ബസാർ നിൽക്കുന്നത്. ഇതിനകത്തോട്ട് കയറുന്ന കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും വളരെ സന്തോഷവാനായിട്ടായിരിക്കും പോകുന്നത്. സമ്മാനങ്ങളുടെ പെരുമഴ. അതാണ്ട് 5 രൂപ കൊടുക്കുമ്പോൾ ഇന്നൊരു പായാണെങ്കിൽ നാളെ നിങ്ങൾക്ക് 5 രൂപയ്ക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ നാളെ വന്നാലേ അറിയാൻ പറ്റൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സാധനങ്ങൾ തന്നെ ആയിരിക്കും റിയൽ ബസാർ ഇനിയും തരുന്നത്. എന്തുപോലെ 5 വർഷം കൊണ്ട് കൊട്ടാരക്കരയിൽ വേരുറപ്പിച്ച് ഇത്രയും സമ്മാനങ്ങളും അല്ലെങ്കിൽ ഓഫറുകളും കൊടുത്ത മറ്റൊരു പ്രസ്ഥാനം റിയൽ ബസാർ തന്നെയാണ്. അത് റിയൽ ബസാർ വാങ്ങിയവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. വേറെ ആൾക്കാർ വന്ന് 200 മേളിൽ കൊടുക്കുകയാണ്. ഇപ്പോഴും ടോക്കൺ ഇനിയുമുണ്ട്. ആ ടോക്കൺ തീരുന്നത് വരെ ഏകദേശം നിങ്ങൾ ഈ വീഡിയോ എവിടെ നിന്നെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ആട്ടോ വിളിച്ചു വന്നാലും നിങ്ങൾക്ക് നഷ്ടമില്ല. ഈ സാധനങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ വിചാരിക്കുക ഒരു 5 രൂപയ്ക്ക് ഒരു പാ മാത്രമാണ് കൊടുക്കുന്നതെന്ന്. അത് മാത്രമല്ല, ഇതിനകത്തുനിന്ന് ഏത് സാധനം എടുത്താലും നിങ്ങൾക്ക് റിയൽ ബസാർ പുറത്ത് നിന്നുള്ളതിനേക്കായി ഓഫർ ഇട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് സാധനം തരുന്നത്. അപ്പോൾ പ്രേക്ഷകരെ, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നാളെയുടെ പ്രഭാതത്തിൽ വീണ്ടും ഇതുപോലെയുള്ള ഓഫറുകളുമായി റിയൽ ബസാർ നമ്മുടെ മുന്നിലെത്തും. അപ്പോൾ വീഡിയോ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.